എടാ പിന്നെ ഇതേ സ്പൈഡർമാൻ പടോ മാറിലോടെ കാണാതെ ഒറ്റ ഒരുത്തം വരെ ഇന്നത്തെ പടത്തിന് കാരണം കേട്ടോ. ചുമ്മാ പടത്തിനിടയ്ക്ക് കയറി അതിന് അമ്മ നേരെ എൻ്റെ ചിറ്റപ്പൻ നേരെ നീ പൊളിഞ്ഞു വരും കേട്ടല്ലോ. പിന്നെ നീ വലിയ മിടുക്ക് കളിക്കാൻ വേണ്ടി സ്പോളിൽ കണ്ടോ വന്നേക്കുന്നത് എനിക്കറിയാം കേട്ടല്ലോ. മിണ്ടി പോരുത് തലടിക്കാൻ വിളിക്കും. അളിയ ചെറിയൊരു പ്രശ്നം, ഞാൻ തേർഡ് പാർട്ടി കണ്ടില്ലായിരുന്നു. ഒരു കാര്യം നീ ഇറങ്ങി ഇവനിത് പറയാൻ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ സ്പൈഡർമാൻ പടങ്ങളും കണ്ടിട്ട് ഒരു ട്രെയിലർ പോലും കാണാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നീ പേടിക്കണ്ട, ഞാൻ ഇവൻ്റെ അടുത്ത് കഥ മൊത്തം പറഞ്ഞു കൊടുത്തോളാം. നീ വണ്ടി എടുക്കാനുള്ള പരിപാടി എടാ, ഈ പടം തുടങ്ങുമ്പോൾ ആദ്യം ബഹിരാശ ഒരു ഉൽക്ക പോലത്തെ സാധനം ഭൂമിയിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ അതിനകത്ത് ചവനപ്രാശം പോലത്തെ സാധനം ഇറങ്ങി വന്ന് നമ്മുടെ പീറ്റർ ചേട്ടൻ്റെ ദേഹത്ത് കയറുന്നു. അപ്പോൾ അവിടുന്ന് പീറ്ററിൻ്റെ സ്വഭാവം ആകെ മാറി ഇവരുടെ അഴുക്ക ചെറുക്കനായി മാറുക. ഇത് പിന്നെ അവൻ്റെ കുടുംബ ജീവിതത്തിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി അവസാനം കപ്പയുടെ ഒരു സംഭവം ഏൽപ്പിച്ച് മണി അടിച്ച് ഇവനെ ഇറക്കി ഇവൻ അവിടുന്ന് പോയിട്ട് വേറെത്തേണ്ട അകത്ത് ഈ ചവണപ്രാശേ അവിടുന്ന് നമ്മുടെ ഹരിയും പീറ്റർ ചേട്ടനും കൂടെ കൂടിയിട്ട് കമ്പി അടിച്ച് മണി അടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി ആണ് നമ്മുടെ ഈ ചവണപ്രാശത്തിനെ കത്തിച്ച് കളയുന്നത്. ഇതിന്റെ അവസാനം കുറച്ച് മണൽ മാഫിയക്കാരൊക്കെ വന്ന് മണൽ വാരി എറിഞ്ഞ് കുറച്ച് വഴക്കുണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. അതിന്റെ ബാക്കി നമ്മളിപ്പോൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഏത് പുതിയ പടത്തില് അന്നേരം അങ്ങനെ ഈ പ്രശ്നത്തിനിടയ്ക്ക് നമ്മുടെ ഹരി മരണത്തിലേക്ക് കീഴടങ്ങുകയാണ്. ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ, എന്താടാ നിനക്ക് ഇതാരാന്നറിയോ? ഇതാ ടൈറ്റാനിക് ആരും കണ്ടിട്ടില്ല, ജാക്കല്ലടാ ഇത്. നീ വല്ല മലയും വിട്ടുവാ. പശു